ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയല്ല, ആ ഒരു ഇടിയപ്പത്തിൽ ഒഴിച്ചിട്ടുള്ള ആ ഒരു കറീൻ്റെ റെസിപ്പിയാണ്. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ തേങ്ങ ഒന്നും അരക്കാതെ തന്നെ ചെയ്തെടുക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തലേ ദിവസം കുതിർത്തി എടുത്തിട്ടുള്ള കടല ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളക്കടൽ തന്നെ നമ്മൾ എടുക്കണം. പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉരുളൻകിഴങ്ങാണ്. ഞാനൊരു മീഡിയം സൈസിലുള്ള ഒരു ഉരുളൻകിഴങ്ങ് ഇതുപോലെ ഒന്ന് നടു കട്ട് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ പാകത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ആ ഒരു കടല വെന്ത് കിട്ടുന്നവരെ നമുക്കിതൊന്ന് വിസിലടുപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കടലയും ഉരുളൻകിഴങ്ങൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഈ ഒരു ഉരുളൻകിഴങ്ങ് ഒന്ന് മാറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കടലയും കൂടെ മാറ്റിയെടുക്കാം. ഒരു 1/4 ഭാഗത്തോളം കടല ഞാൻ ഇതുപോലെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാറി വരുമ്പോഴത്തേന് നമുക്ക് ഇതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ഗ്രാമ്പു, 2 പട്ട, 1 ഏലക്ക അത്രയും ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള 2 സവാള ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ കടല വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സവാളയിലേക്ക് മാത്രമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി സവാള ഒന്ന് വഴന്ന് വരുമ്പോഴത്തേനും നമ്മുടെ ഈ ഒരു കടലയും ഉരുളൻകിഴങ്ങൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് ചൂടാറിയിട്ടുണ്ട്. നമുക്കതൊന്ന് മിക്സിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോഴത്തേനും സവാളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആകെ കുറച്ച് പൊടികൾ മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളകും, ഇത്രയും പൊടി മാത്രമാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിന് കൂടെ തന്നെ നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വെള്ളമൊക്കെ ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എത്രയാണോ കട്ടി വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ആ ഒരു മിക്സിയുടെ ജാറ് കഴുകിയിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 3/4 ഗ്ലാസോളം വെള്ളം ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം ലൂസായിട്ട് തന്നെയാണ് ഇതിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ച് ചൂടൊക്കെ ആറിക്കഴിഞ്ഞാൽ നല്ലപോലെ തന്നെ അതൊരു പാകത്തിനുള്ള കട്ടിയായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ആ ഒരു തിള വന്നപ്പോൾ തന്നെ അത്യാവശ്യം കുറുകിയിട്ട് തന്നെയാണ് കറി ഇരിക്കുന്നത്. ഇനി ഇത് ചൂടാറിക്കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിയും ഒന്നും കൂടെ ഒന്ന് കുറുക്കായിട്ട് തന്നെ നമുക്ക് ഈ ഒരു കറി കിട്ടും. അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ അരക്കാത്ത കുറുമക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കറി നമ്മുടെ ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. അടിപൊളി ടേസ്റ്റാണ്. തേങ്ങ അരക്കാത്ത നല്ല അടിപൊളി കുറുമക്കറിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരു തവണയെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.